കിടക്കാൻ വീടില്ലാതെ നടുറോഡിൽ കിടന്നുറങ്ങേണ്ട സ്ഥിതിയിലാണ് വണ്ടിപ്പെരിയാർ 63 മൈലിൽ താമസിക്കുന്ന PT ജയനും ഭാര്യ മിനിയും. 2 കാലുകളും നഷ്ടമായ ജയനും ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ചിട്ടുള്ള മിനിയും സുമനസുകളുടെ സഹായത്താലാണ് ഇതുവരെ കഴിയുന്നത്. മുൻപോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണെന്നും ഇവർ പറയുന്നു. കുമളിയിൽ ഹോട്ടലിലെ പ്രധാന കുക്കായി ജോലി ചെയ്തു വന്നിരുന്ന ജയന് 2022 66 മൈലിൽ വെച്ച് ഉണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ഒരു കാല് നഷ്ടപ്പെടുന്നത്. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നതിനാൽ കാല് നഷ്ടപ്പെട്ടതോടുകൂടി വാടക കൊടുക്കാൻ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. തുടർന്ന് നടുറോഡിലേക്ക് ഇറങ്ങുക എന്നല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ ജയനും ഭാര്യയും 63 മൈൽ റോഡരികിൽ പെട്ടിക്കട വാടകയ്ക്കെടുക്കുകയും ഉപജീവനം നടത്തി വരികയുമായിരുന്നു. 2 മാസം മുൻപ് മറ്റൊരു കാലിനും കൂടി പരിക്കേൽക്കുകയും ആ കാലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടാവുകയും ചെയ്തു. ഇതോടെ ആശുപത്രി ചെലവും ഉപജീവന മാർഗവും ഒന്നും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലായി. തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളും തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്താലാണ് ഇതുവരെ കഴിഞ്ഞു പോയിരുന്നത്. ഗ്യാസ് കിട്ടാതെ വന്നതോടെ പെട്ടിക്കടയും നടത്താൻ കഴിയാതെ വന്നു. ഇതേ സമയം ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതാകട്ടെ കല്ലിൽ കൂട്ടിയ വിറകടുപ്പിൽ. ഒരുപാട് പേരോട് പറഞ്ഞു, എനിക്ക് പരമാവധി പറ്റുന്നിടത്തോളം ഞാൻ സഹായിച്ചു. എനിക്ക് ആകുന്നില്ല, എന്നെ കൊണ്ടും പറ്റുന്നില്ല. ഞാനൊരു രോഗിയാണ്. എനിക്ക് ഓപ്പറേഷത്തിനായാലും ഞാൻ ഒരുപാട് പേരോട് സഹായിക്കാൻ പറഞ്ഞു. എനിക്ക് ആരും സഹായിച്ചിട്ടില്ല. ഇവിടെ ഒരു സംഘത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ് അവർ പൈസ തന്നിട്ടാണ് ഞാൻ ചേട്ടനെ കൊണ്ട് ആശുപത്രിയിൽ പോയത്. എനിക്ക് 10-15 രൂപ ആശുപത്രി ചിലവായി. ഞാൻ ഒരുപാട് പേരുടെ കാല് പിടിച്ചു. പാർട്ടിക്കാരോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു മനുഷ്യനും വന്നിട്ടില്ല. എനിക്കൊന്നും ചെയ്യാനും ആകുന്നില്ല. എനിക്കിതിനെ കൊണ്ട് എങ്ങോട്ട് പോകാനും പറ്റിയില്ല. നമുക്ക് ആരും സഹായിക്കാനും ഇല്ല. ഇനിയുള്ള ജീവിതം എങ്ങനെയാന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എനിക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല ഇതിലിട്ടിട്ട്. ഞാൻ അതേ അവസ്ഥയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇപ്പൊ ഒരു ദിവസം കഴിച്ചാൽ ഒരു ദിവസം കഴിക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ അതേ അവസ്ഥയിലെത്തി. ഒരുപാട് പേരോട് പറഞ്ഞു സഹായിക്കാനായിട്ട്. ആർക്കും ഒരു ഇതില്ല. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് എല്ലാം ദൈവനിശ്ചയം പോലെ വരും. ഇത്രയേ ഉള്ളൂ. പിള്ളേരാണേലും പിള്ളേർ നോക്കിയല്ല. പിള്ളേർക്ക് അപ്പനും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട. പിള്ളേർക്ക് അവരവരുടെ ഇഷ്ടമായി. അവർക്ക് 2 മക്കളുണ്ട്. അവക്കും ഇത് അനുഭവമാകട്ടെ. അവക്കും പഠിച്ചോളും. ഹാർട്ട് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് മിനി. ഭർത്താവിന്റെ കാര്യങ്ങൾക്കായി തന്നെ വലിയ തുകയാണ് 1 മാസ കാലയളവിൽ ചെലവാകുന്നത്.